ഈ സിനിമ രാജസ്ഥാൻ മുതൽ ശ്രീലങ്ക വരെ പല സ്റ്റേറ്റിലും പല സ്ഥലങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ പല സമയത്തും 1500-2000 ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ടെക്നിക്കൽ ക്രൂ ചിലപ്പോൾ 500 ടെക്നിക്കൽ ക്രൂവും ഫൈറ്റേഴ്സ് 300 പേരും അങ്ങനെയൊക്കെ ആയിട്ട് ഏകദേശം 3000 പേരുടെ അടുത്ത് പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ 3000 പേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പല പല പരാതികളും വലുതും ചെറുതുമായ അനേകം പരാതികളും ഉണ്ടാവും. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, നമ്മുടെ ഈ എൻ്റെ ക്രൂവിൽ അല്ലെങ്കിൽ എൻ്റെ ടീമിൽ ഒരു പരാതിയും ഇല്ലാത്ത ഒരാളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മേ ബി എക്സാഗ്രേഷൻ ആണെന്ന് തോന്നും. പക്ഷെ അല്ല, നമ്മുടെ ഈ എൻ്റെ ടീമിൽ ഒരു പരാതിയും ഇല്ലാത്ത ഒരാളുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ സിനിമയുടെ ഹീറോ, ദ വൺ ആൻഡ് ഓൺലി ആര്യ സാർ. ആരോടെങ്കിലും വഴക്ക് കൂടിയിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആര്യ സാറിന്റെ അടുത്ത് വഴക്ക് കൂടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സാധിക്കില്ല. കാരണം അദ്ദേഹം വളരെ സൗമ്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാലോ, അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നത് കാളകളുടെ ഒക്കെ ആയിരിക്കും ഷൂട്ടിംഗ് നടക്കുന്നത്, എന്നാലും അദ്ദേഹം പറയും ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെയുള്ളൊരു വലിയൊരു മനസ്സിന്റെയും അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ആര്യ സാറ്. ഈ സിനിമയുടെ ഇനീഷ്യൽ ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ നമ്മുടെ റൈറ്ററായ മുരളീചേട്ടൻ, ഡയറക്ടർ കൃഷ്ണകുമാരേട്ടൻ, നമ്മുടെ പ്രൊഡ്യൂസർ വിനോദ് ഏട്ടനും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സിനിമയുടെ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് എ തമിലിയൻ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവർക്ക് 3 പേർക്കും അതിന് വേറെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല ആരായിരിക്കണം. കാരണം ഇതൊരു ആക്ഷൻ പാക്ട് പൊളിറ്റിക്കൽ ത്രില്ലറാണ്. അപ്പോൾ ആരായിരിക്കണം ഇതിന്റെ ചോയ്സ് എന്നുള്ളതിന് ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അത് എല്ലാവരും ഒറ്റ ചോയ്സ് ആയിരുന്നു, അത് ആര്യ സാർ ആയിരുന്നു ആ ചോയ്സ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഷോൾഡറിലാണ്. അദ്ദേഹവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അദ്ദേഹം ഇവിടെയുണ്ട്. നമ്മുടെ ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് ക്ഷണിക്കാൻ വേണ്ടി ഞാൻ ദിലീപിന്റെ അടുത്ത് പോയിരുന്നു. കാരണം നമ്മുടെ എല്ലാ ഫംഗ്ഷനും മിനി സ്റ്റുഡിയോസിന്റെ ആണെങ്കിലും ഗോകുലം മൂവീസിന്റെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും വന്ന് വളരെ സന്തോഷം. Shanti, everybody, all the characters in the film, very important character. Murli എല്ലാം ഒவ்வொரு ക്യാരക്ടറും അതിന് വളരെ ഡെപ്തിൽ ക്യാരക്ടേഴ്സിന്റെ കൂടെ ടെക്നിക്കൽ ടീമാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. സോ മുരളി സാർ എഴുതിയ സ്ക്രിപ്റ്റ് വളരെ വാസ്റ്റ് ആയ ഒരു സ്ക്രിപ്റ്റ് ആണ്. So that our script proper screen like translate hats off to Krishnamurthy sir. It's not easy what Murali sir എഴുതുന്നത് correct ആയി ആ feel emotion translate ചെയ്യാൻ is very difficult. And ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ മുരളി sir every day shooting വരും. ഷൂട്ടിംഗ് വന്നിട്ട് ആ സീൻ അത് എഴുതിയ പോലെ അത് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, അത് ഇമോഷൻ കൺവേർട്ട് ആയിട്ടുണ്ടെന്ന് ചെക്ക്. അവര് മുരളി sir ഇല്ലാത്ത വന്ന് ഞാൻ അഭിനയിക്കുമ്പോൾ മുരളി സാർ വന്ന് പറയും, ഇല്ല ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്, നീ റിയാക്ഷൻ കൊടുക്കുക അങ്ങനെ പറഞ്ഞ്. സോ ആ ഒരു ഇൻവോൾവ്മെന്റ്, ആ ഒരു കെയർ, ആ ഒരു
എഴുതിയത് ഇത്ര ദൂരം നമ്മൾ ഓഡിയൻസിനെ റീച്ച് ആണെന്നുള്ള ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് രണ്ടുപേരും. സോ താങ്ക് യു സർ. ഐ എം റിയലി ബ്ലെസ്ഡ് ഇങ്ങനെ ഒരു പടം ചെയ്യാനില്ല. എൻ്റെ ക്യാരക്ടറിന് പെർഫോമൻസ് വൈസ് ഐ whatever I did, Rishabh made it better, like 3-4 times easily. So എൻ്റെ മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സിനെയും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിട്ട് വളരെ സ്ട്രെയിനസ് ആയ ഷൂട്ടിംഗ് ടൈം. ബട്ട് കൃഷ്ണകുമാർ സർ ഇസ് നെവർ ഫെൽറ്റ് സ്ലീപ്പി ഓർ ടയർഡ് ഓർ നത്തിങ്. 24 hours എനർജിയിൽ ഇരിക്കുന്ന ഒരേ ആൾ. ഫുൾ നൈറ്റ് ഷൂട്ട് ചെയ്ത് രാവിലെ 5 o'clock ലാസ്റ്റ് ഷോട്ടിൽ ടയർഡായിട്ട് ഇരിക്കുമ്പോൾ സർ ഇത് 1 more ഇതിന്റെ ജസ്റ്റ് ഒരു ബെറ്റർമെന്റ് ഒന്നും കിട്ടുന്നത് നമുക്ക് ഒരു ഷോട്ട് പോവുക. സോ നമ്മൾ പൊതുവെ എല്ലാവരും ഷൂട്ടിംഗ് ടൈമിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു മാറ്റർ എങ്ങനെയാണ് ഈ കൃഷ്ണകുമാർ സാറിന് ഇത്രയും സോ ഡെഡിക്കേറ്റഡ് ടു ഹിസ് ക്രാഫ്റ്റ്. സോ ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഒരു അത്രയും സ്നേഹിച്ച് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് കൃഷ്ണകുമാർ. സോ അതിന്റെ ഔട്ട്പുട്ടാണ് ഇപ്പൊ കാണുമ്പോൾ ഇതേ ഇന്റൻസിറ്റിയിലെ സ്കെയിലാണ് ഫുൾ പടം ഉണ്ടായത്. സോ ഒരു സീനും ഒരു ഷോട്ട് പോലും അത് ഒവ്വൊരു ഷോട്ടും എന്തെങ്കിലും ഒരു കഥ കൺവേ ആവണം, ആ റൈറ്റിംഗിനില്ല, ഒരു പേജ് കൺവേ ആവണമെന്നില്ല, തോട്ടോട് കൂടി തന്നെ എല്ലാ ഷോട്ടും എടുത്തിട്ടുണ്ട്. സോ very happy with the output. So and thanks to my friend and my brother Vinod Kumar for making this. ഇത്രയും പൈസ എടുത്തിട്ട് ഇത്രയും വലിയൊരു പടം മലയാളത്തിൽ ചെയ്യാൻ അത് ഞാൻ ഫസ്റ്റ് ടൈം ഹീറോയിട്ട് ചെയ്യുന്നത്. ഐ തിങ്ക് nobody will do it. So he had the confidence on Murali sir and confidence. അതൊരു വലിയൊരു സക്സസിൽ കൊണ്ടുപോയി നിൽക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. സെയിം ടൈം ഗോപാലൻ സർ, ഗോകുലം ഫിലിംസ്, ഇറ്റ്സ് എ ഹ്യൂജ് സപ്പോർട്ട് ഫോർ ദിസ് ഫിലിം. ഇപ്പോൾ ഇത്രയും വലിയ പടം കിട്ടാൻ വേണ്ടി ഗോകുലം സാർ ഒക്കെ വളരെ ഇപ്പോൾ ചെയ്യുന്ന പടം. സോ താങ്ക്സ്. സദസ്സിലുള്ള എല്ലാവർക്കും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. വലിയ ക്യാരക്ടറാണ്. ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയുടെ പടത്തിന് സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഭയങ്കര സർപ്രൈസ് കൃഷ്ണകുമാർക്ക് ചെയ്യാൻ സിനിമ എന്ന് പറഞ്ഞത്. അപ്പോ പിന്നെ ചേട്ടനാണ് കഥ പറഞ്ഞത്. ചേട്ടനെ ഞാൻ
ഞാനും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ബിഫോർ ദാറ്റ്. അപ്പോ ഷൂട്ടിന് 2 ദിവസം മുമ്പ് നമ്മളൊരു ടെസ്റ്റ് പോലെ ചെയ്തു. അത് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങിയതിന്റെ സെക്കൻഡ് ഡേ ചേട്ടൻ എനിക്കൊരു സ്റ്റിൽ ഫോട്ടോ കാണിച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കഥാപാത്രം, ഇതിനെ ഒന്ന് ഫോളോ ചെയ്ത് പോയാൽ മതി. അതൊരു വലിയൊരു സപ്പോർട്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജേർണി. ആൻഡ് ഒരു വലിയ സിനിമയുടെ ഭാഗമാവും എപ്പോഴും ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് പ്രത്യേകിച്ച് മുരളിച്ചേട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ വളരെ അടുത്തുള്ള ഒരു കഥാപാത്രം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹം കൂടിയാണ്. സോ ബിഗ് താങ്ക്സ് മുരളിച്ചേട്ട ആൻഡ് കൃഷ്ണകുമാരേട്ട ഫോർ കോളിംഗ് മീ. പിന്നെ ഇന്ദ്രൻ സൈഡിനായിട്ട് ഇതിനു മുമ്പ് ഞാൻ 1-2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. നടുക്കൊരു ഡോറുണ്ട്, അത് കിടക്കുക. ഒരു ദിവസം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇന്ദ്രൻ സേട്ടൻ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ എന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കൊണ്ടും നമ്മളുടെ ഏവരുടെയും മനം കവർന്ന നമ്മുടെ സ്വന്തം അപ്പാനി ശരത് ചേട്ടനെ ഏറെ സ്നേഹപൂർവ്വം ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പാനി ശരത് സർ, എനിക്ക് നൽകി എന്നെ വിശ്വസിച്ച് എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ചത് എൻ്റെ മുരളിച്ചേട്ടനാണ്. മുരളിച്ചേട്ടനോടാണ് ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത്. ചേട്ടാ, ഒരുപാട് നന്ദി. എൻ്റെ സിനിമയുടെ എൻ്റെ പ്രിയ സംവിധായകൻ കൃഷ്ണകുമാർ സാറിനോട് നന്ദി. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ്, മറ്റ് എൻ്റെ കോ ആക്ടേഴ്സ് ആര്യ സാർ, എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തിലാണ് ഞാൻ. എൻ്റെ കരിയറിലുള്ള ഞാൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷത്തിനിടയിൽ എൻ്റെ കരിയറിൽ ഏറ്റവും എൻ്റെ ഹൃദയത്തിനോട് ചേർത്തടിച്ചു വയ്ക്കുന്ന ഒരു ക്യാരക്ടറാണ് ജാക്സൺ എന്ന എൻ്റെ കഥാപാത്രം. ഉറപ്പായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിലെ കഥാപാത്രങ്ങൾ, എല്ലാ കഥാപാത്രങ്ങളെയും നിങ്ങൾ സിനിമ കണ്ട് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നിങ്ങളെ ഓർമ്മകൾ ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ അങ്കമാലി ഡയറീസ് മുതൽ നിങ്ങളെല്ലാവരും എൻ്റെ പെർഫോമൻസ് കണ്ടതാണ്. അപ്പോൾ കുറേ കുറ്റങ്ങളും അല്ലെങ്കിൽ കുറേ നല്ലതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാത്തിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൂടെ തന്നെ കാണണം. നിങ്ങൾ ഒരുപാട് പേരുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും ഒരുപാട് നാളത്തെ പ്രതീക്ഷയാണ് ഈ സിനിമ. അപ്പോൾ ഈ വരുന്ന 25-ാം തീയതി തിയേറ്ററുകളിൽ സിനിമ എത്തുമ്പോൾ അന്ന് തന്നെ അനന്തൻകാട് കണ്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഒരിക്കൽ കൂടി ഈ സിനിമയിൽ എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. വേണ്ടി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ചേർന്നിരിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഏറെ സ്നേഹപൂർവ്വം നമുക്ക് ഇവർക്കും പ്രിയങ്കരിയായ അഞ്ജലി നായർ മാമിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടികളോടുകൂടി തന്നെ നമുക്ക് മാമിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ നല്ല കാസ്റ്റിംഗ് ക്രൂവിനോടൊപ്പം ഒരു റോൾ എനിക്ക് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ ശാന്തി ചേച്ചി ഓൺ ടു ദ സ്റ്റേജ്. ഏറെ സ്നേഹപൂർവ്വം നല്ലൊരു കയ്യടികളോട് കൂടെ തന്നെ ശാന്തി മാമിനെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. വളരെ പാഷനേറ്റും അതുപോലെ തന്നെ നാച്ചുറൽ ആക്ടിങ്ങും നമ്മളുടെ അടുത്ത് ജയിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഓരോ മൊമെന്റും ക്യാപ്ചർ ചെയ്യുമ്പോൾ നമ്മളുടെ മനം കവരുന്ന വ്യക്തി തന്നെയാണ് മാം. ദ സ്റ്റേജ് ഈസ് യുവേഴ്സ്. ഗുഡ് ഈവനിങ്. ഇതുപോലെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ഇത്രയും റോ ആൻഡ് ഇൻറ്റൻസ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടിയത്. ആസ് എൻ ആക്ടർ ഐ തിങ്ക് എല്ലാ ആക്ടേഴ്സിൻ്റെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് മുരളിച്ചേട്ടൻ എഴുതിയ ഒരു കഥാപാത്രം അവതരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കൃഷ്ണകുമാരേട്ടനും മുരളിച്ചേട്ടനും ഭയങ്കര ക്ലിയർ ആയിരുന്നു കാർത്തി എന്ന ക്യാരക്ടർ എങ്ങനെയാണ് കഥയിൽ
അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, അവർ കഥയിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് രണ്ടുപേർക്കും ഭയങ്കര വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. എക്സൈറ്റ്മെന്റ് കൊളാബറേറ്റ് ചെയ്യുക. പിന്നെ പ്രഗത്ഭ ഓപ്പർച്യൂണിറ്റി കൂടിയായിരുന്നു ഇത്. ആര്യ സാർ ആണെങ്കിലും സുനിൽ സാർ ആണെങ്കിലും പിന്നെ നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും പേര് ഇവരുടെ എല്ലാവരും കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അനന്തൻ കാടിനോട് എനിക്ക് കിട്ടിയത്. എത്തുവാണ്. മലയാള സിനിമ ഇറങ്ങിയിട്ട് കുറച്ചായി എന്നാണ് എന്റെ വിശ്വാസം. ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ഓൺ എ ബിഗ് ക്യാൻവസ്, ഒരു പ്രോപ്പർ എന്റർടൈനർ ഞങ്ങൾ 25-ാം തീയതി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് മെന്റ് ടു ബി എ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഫുൾ കാസ്റ്റ് ക്രൂ അങ്ങനെ അപ്പോൾ അങ്ങനെ കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പോഴാണ് എനിക്കൊരു സ്ട്രൈക്ക് ചെയ്തത്. ആക്ച്വലി ആദ്യത്തെ സിനിമ തരംഗം പ്രൊഡ്യൂസ് ചെയ്തത് വണ്ടർ ബാർ ഫിലിംസും മിനി സ്റ്റുഡിയോ ആയിരുന്നു. അപ്പൊ മിനി സ്റ്റുഡിയോയുടെ കൂടെയുള്ള എൻ്റെ സെക്കൻഡ് അസോസിയേഷൻ ആണ് അനന്തൻകാട്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ കൂടെ ഉള്ളത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും 25-ാം തീയതി മുതൽ അനന്തൻകാട് തിയേറ്ററിൽ കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ശാന്തി മാം. വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ അനന്തൻ കാടിന്റെ മ്യൂസിക് ഡയറക്ടർ അജനീഷ് ലോക്നാഥ് സാറിനെയാണ്. നല്ലൊരു കൈയടികളോടുകൂടെ തന്നെ ഈ സാറിനെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. കൈൻഡ്ലി എക്സ്ക്യൂസ് മീ മൈ മലയാളം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അനന്തൻ കാട് മൂവി എൻ്റെ മലയാളം ഡെബ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് എനിക്ക് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ ഡിസ്കഷൻ ആയിട്ടുണ്ട്. പക്ഷേ I always had a fear to debut in Malayalam because we have a great respect for Malayalam movies in Karnataka. So I was very conscious. എനിക്ക് എൻ്റെ ഡെബ്യൂ മലയാളത്തിൽ നല്ല പടമായിരിക്കണമെന്ന്. ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ കോൾ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടത് മുരളി ഗോപി സാറിന്റെ പേരാണ്. ആക്ച്വലി നിങ്ങളുടെ ഫാനാണ് സാർ നമ്മുടെ നിങ്ങളുടെ റൈറ്റിംഗിന്. സോ ഫസ്റ്റ് റീസൺ. പിന്നെ അറിഞ്ഞത് എനിക്ക് ടിയ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജ് സാറിന്റെ. സോ ഐ ലൈക്ക് ദാറ്റ്. സോ തേർഡ് പോയിന്റ്, ജിയൻ സാർ പറഞ്ഞു അജനീഷ് എനിക്ക് ബഹളം വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കും വേണ്ട സാർ, എനിക്കും ഇഷ്ടമില്ല. സോ മ്യൂസിക് എനിക്ക് ഐ ആം എ വെരി സോഫ്റ്റ് ഗൈ. പക്ഷെ ഇന്റൻസ് ഉണ്ടാവും മ്യൂസിക്കില്, പക്ഷെ ബഹളം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ദാറ്റ് വാസ് ദ തേർഡ് റീസൺ ഐ അക്സെപ്റ്റഡ്. ആൻഡ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അനന്തൻ കാടിന് എനിക്ക് ഡെബ്യൂ ചെയ്യുന്നത് മലയാളത്തിൽ. പടം is ready for release. There's an amazing story, amazing writing, amazing direction, amazing performances with all the artists. And Arya sir is very intense in the movie. Actually, Indran Chetan was like, in the Kannupudi Velda Vannu, background score chaypo. Very rarely it happens. It happened to me in Kantara when I saw Rishabh Shetty's performance in the climax. And music chaybodu ande namakku or Kannupudi Velda Vannu vannittu Indran Chetan's performance kanditane. I was really moved. The movie has come out really well. I'm very happy and satisfied by my work and by the movie. And I thank Mini Studios and Vinod Kumar sir for this opportunity. Thank you Jian sir, thank you Murali sir, thank you Arya sir, and all of the artists have done really well. I'm so happy. And I ellarum 25th June theatre il vannittu, because idu theatre il kaanum padana, theatre il experience cheyana or sound aanu. Please do come. And my mix engineer Vishnu has done an amazing soft mix, but very intense sound. So I'm so happy. Thank you so much. Please bless us. Thank you. So super excited and waiting for that goosebump moment. And next, നമ്മളുടെ അനന്തൻ കാട് എന്ന ഒരു മൂവിയിൽ വളരെ മനോഹരമായിട്ട് അഭിനയിച്ച നമ്മളുടെ ചൈൽഡ് ആർട്ടിസ്റ്റ്
ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. So ladies and gentlemen, let's put our hands together and welcome Surya Kiran onto the stage. സാധിച്ചതിലൊക്കെ സന്തോഷം. മാത്രമല്ല ഇത്ര വലിയ പടത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എന്നെ മനസ്സിലായി. ഞാൻ പറഞ്ഞേ അയാളെ ആർക്കും മനസ്സിലായില്ലെന്ന് പറഞ്ഞ. അപ്പോൾ 25-ാം തീയതി പടം റിലീസാവണം. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് സീരിയ. താങ്ക് യു. Thank you so much. And every film begins with a great story. A writer, actor, and എല്ലാത്തിനും ഉപരിയായി നമ്മളുടെ ഒരു ഗ്രേറ്റ് തിങ്കർ. ഏറെ സ്നേഹപൂർവ്വം നമ്മളുടെ അനന്തൻ കാട് എന്ന മൂവിയുടെ റൈറ്ററും ആക്ടറുമായിട്ടുള്ള മുരളി ഗോപി സാറിനെ ഏറ്റവും ബഹുമാനപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ഞാൻ എഴുതിയ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സിനിമയെക്കുറിച്ച് ഏറ്റവും കുറച്ച് സംസാരിക്കേണ്ടത് എൻ്റെ റൈറ്ററാണ്. കാരണം ഒരു എക്സ്പെക്ടേഷനിൽ മാത്രമേ റൈറ്ററിന് ഇരിക്കാൻ പറ്റൂ. ചെയ്തത് നന്നായി എന്ന വിശ്വാസത്തിൽ, അത് സ്വീകരിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കാൻ മാത്രമേ ഒരു റൈറ്ററിന് അവകാശം. എന്നിരുന്നാലും അനന്തൻ കാട് എന്ന ഈ ചിത്രം എൻ്റെ ഹൃദയത്തിൽ വളരെ അടുത്തുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ കഥാതന്തു വളരെ മുമ്പ് വന്ന് വീണൊരു കാര്യമാണ്. ഇത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തിരുവനന്തപുരത്ത്, നിങ്ങൾക്കറിയാമോന്നറിയില്ല, തിരുവനന്തപുരത്തിന്റെ നാമമാണ് അനന്തൻ കാട്. എല്ലാ നഗരങ്ങളും ഒരു കാലത്ത് വലിയ വനങ്ങളായിരുന്നു എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ കെട്ടിപ്പടുത്ത മോഡേണിറ്റിയുടെയും സിവിലൈസേഷൻ്റെയും ഒക്കെ സർഫസ് സ്ക്രാച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിനകത്തൊരു വലിയ വനത്തെ കാണാൻ പറ്റും. അപ്പോൾ ആ വന്യത എത്ര തന്നെ ഡെവലപ്മെന്റ് വന്നാലും, എത്ര തന്നെ മോഡേണിറ്റി വന്നാലും, നമ്മുടെ ഹൃദയങ്ങളിൽ ആ വന്യത ഇപ്പോഴും അതുപോലെ തുടരുന്നു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും അനന്തൻ കാട്. പിന്നെ ടിയാന് ശേഷം എൻ്റെ സഹോദരൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുകളാണ് കൃഷ്ണകുമാർ. അപ്പോൾ കൃഷ്ണകുമാറിന് വേണ്ടി ഈ ഒരു സിനിമ ടിയാൻ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ടിയാൻ ചെയ്തപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു, വേദാന്തവും സ്പിരിച്വാലിറ്റിയും. അപ്പോൾ അന്ന് ഞാൻ അത് കഴിഞ്ഞപ്പോൾ കൃഷ്ണകുമാറിന് ഒരു വാക്ക് കൊടുത്താണ്. എൻ്റെ ഹൃദയത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തിരുവനന്തപുരത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഞാൻ കണ്ടതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഒരു കഥ ഞാൻ എനിക്ക് തരാം, അതായിരിക്കും നമ്മുടെ സിനിമ എന്ന് പറഞ്ഞതാണ് രണ്ടാമത്തെ സിനിമ. അതിനുശേഷം ഇപ്പോൾ 8 വർഷത്തിന് ശേഷമാണ് അത് സാധ്യമായത്. ഒരു വലിയ ക്യാൻവാസിലുള്ള ചിത്രമാണ്. ഇതിന് വലിയ പ്രൊഡക്ഷൻ വാല്യൂസ് ആവശ്യമാണ്. അപ്പോൾ അതിന് തയ്യാറായി വന്ന മിനി സ്റ്റുഡിയോസിലെ വിനോദ് കുമാറിനോട് എന്നെ നന്ദി അറിയിക്കുന്നു. ഇതിലെ ഓരോ കഥാപാത്രം, എൻ്റെ മുമ്പ് ഇരിക്കുന്ന ആര്യ, അപ്പാനി ശരത്, ദേവ്മോഹൻ, ശാന്തി, നിഖില, ഇന്ദ്രസേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ചങ്കാണ്. ഞങ്ങള് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി, ഞങ്ങൾ 8 സിനിമയായി എന്നാണ് എൻ്റെ കണക്കൂട്ടിൽ എനിക്ക് മനസ്സിലാവുന്നത്. 8ാമത്തെ സിനിമ എന്നാണ്. ഓരോ തവണ ഇന്ദ്രസേട്ടനെ കാണുമ്പോഴും ഒരു എനർജി എനിക്ക് ഇന്ദ്രസേട്ടൻ്റെ ഇത് കിട്ടാറുണ്ട്. ഇന്ദ്രസേട്ടൻ്റെ ഒരു നൈസർഗികമായ എല്ലാം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ദ്രസേട്ടനോട് വർക്ക് ചെയ്യാൻ. അതുപോലെ ഇതിലെ ഓരോ കഥാപാത്രത്തിനും തികച്ചും അനുയോജ്യരായിട്ടുള്ളവരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ ആര്യ, ഞാൻ കടവുൾ എന്ന് പറയുന്ന ബാലാസറിന്റെ സിനിമ ഞാൻ കാണുന്ന മോമെന്റ് തൊട്ടാണ് ഈ കഥാപാത്രത്തിന്റെ ആദ്യത്തെ വാക്കുകൾ കടലാസിൽ പതിഞ്ഞ നേരം തൊട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു മുഖമാണ് ഇത്. എൻ്റെ മനസ്സിലുള്ള ഒരു ശാഠ്യമാണ് ഇത് ആര്യ തന്നെ ചെയ്യണമെന്നുള്ളത്. കാരണം ഹിസ് ഇന്റൻസ് ഐസ്, ദ കൈൻഡ് ഓഫ് ഗ്രാവിറ്റാസ് ദാറ്റ് ഹി ബ്രിങ്സ് ടു ദ ടേബിൾ, ഇതൊക്കെ വളരെയധികം ആവശ്യമുള്ളൊരു കഥാപാത്രമാണ് ഇതിലെ മെയിൻ ക്യാരക്ടറായ വെട്ടിയുടെ ക്യാരക്ടർ. പിന്നെ നമ്മുടെ ഡിയർ സോൾസ്, അപ്പാനി, ദേവ്, എല്ലാവരും ഇതിന് അനുയോജ്യരായിട്ടുള്ള നടിനടന്മാരാണ്. ശാന്തി, ഇതിൽ ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശാന്തി ചെയ്യുന്നത്. എനിക്ക് ഒരു റൈറ്ററിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ഉൾപ്പെടെ ഉള്ളത്
അത് ശരിയാണെന്ന് പോയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ഞാൻ എൻ്റെ കഥാപാത്രം ചെയ്യുമ്പോഴും ബാക്കി ആരും ചെയ്താലും എപ്പോഴും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ നടന്മാരും ഇതിൽ അഞ്ജലി, സാബു, എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല എന്നുള്ളൂ, ജയരാഘവൻ ചേട്ടൻ, സുനിൽ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഒരു സിനിമ അതിൻ്റെ സ്കോറും അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും അതിൻ്റെ സൗണ്ട് ഡിസൈനും ബാക്കി എല്ലാ മേഖലകളും കൂടെ ഒത്തൊരുമിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ പരിപൂർണമാവാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ സിനിമാറ്റോഗ്രാഫറായ യുവ, സൗണ്ട് ഡിസൈനേഴ്സായ വിഷ്ണു, അരുൺ, പിന്നെ അജ്നേഷ്. സ്കോർ ആണൊരു സിനിമയുടെ പാരലൽ നറേറ്റീവ്, സെക്കൻഡ് നറേറ്റീവ് എന്ന് പറയുന്നത്. സ്കോറിന് ഒരു പാരലൽ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട് എപ്പോഴും സിനിമയിൽ. ഞാൻ മ്യൂസിക്കിലാണ് ഇപ്പൊ എഴുതുന്ന സമയത്ത് വരെ എനിക്ക് മ്യൂസിക് കേട്ടുകൊണ്ട് എഴുതുന്ന ഒരാളാണ് ഞാൻ. കേൾക്കുന്നു പറഞ്ഞാൽ ഉള്ളിൽ കേട്ടുകൊണ്ട്. ഈ വരുന്ന 25 ജൂണിന് ഒരു ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടെ തന്നെ നമ്മുടെ അനന്തൻകാട് മൂവിയുടെ സംവിധായകൻ ഡയറക്ടർ GN കൃഷ്ണകുമാർ സാറിനെ ഏറെ ബഹുമാനപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. Let's put our hands together and welcome the visionary behind അനന്തൻകാട്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഷൂട്ടിങ്ങിന് 10,000-4,000 പേര് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. എനിക്ക് നിന്ന് ഈ വേദിയിൽ നിന്ന് സംസാരിക്കാൻ വലിയ പാടുള്ള ആളാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഒന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ എന്താ പോയി പറയേണ്ടത് എനിക്ക് വലിയ പ്രയാസമുള്ള ആളാണ്. എന്നാലും എൻ്റെ ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സിനിമ ഒരു 2 വർഷം മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനൊരു സിനിമ ഉണ്ടെന്ന് ചെയ്യാൻ കഴിയുമ്പോൾ തന്നെ മുരളിച്ചേട്ടന് ഞാനും കൂടി ഒരു സിനിമ ചെയ്യുന്നതിനെ കുറിച്ചൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു, സംസാരിച്ചിരുന്നു, നമ്മൾ ചെയ്യുന്നു എന്ന് പറയുന്നു. പിന്നെ പല കാരണങ്ങൾ കൊണ്ടും മുരളിച്ചേട്ടൻ്റെ തിരക്കുകൾ കാരണവും ഞാൻ തമിഴിലാണ് അടുത്ത സിനിമകൾ ചെയ്തത്, കുറച്ച് നീണ്ടുപോയി. പക്ഷേ ഈ സിനിമ സംഭവിക്കാൻ കാരണം മുരളിച്ചേട്ടൻ എന്നുള്ള ഒരാളുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ സംഭവിക്കില്ല, ഇങ്ങനൊരു സിനിമയിലേക്ക് പോകില്ല. മുരളിച്ചേട്ടൻ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ സ്വന്തം എനിക്കൊരു ചേട്ടനുണ്ട്. എൻ്റെ ഏറ്റവും മൂത്ത ചേട്ടനായിട്ട് ഞാൻ എപ്പോഴും കാണും. ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് ഏകദേശം ഒരു 10-13 വർഷത്തിന് മുമ്പാണ്. പക്ഷേ ആ കാഞ്ചി എന്ന് പറയുന്ന സിനിമയിലാണ്. അന്ന് മുതൽ ഞങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ട്. ഞാൻ എപ്പോഴും എനിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലോ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലോ എപ്പോഴും ഷെയർ ചെയ്യുന്ന ഒരാളാണ് വിളിച്ചിട്ട്. അപ്പോൾ അത് എപ്പോഴും ഒരു അഡ്വൈസ് ചെയ്യിക്കുന്ന എൻ്റെ ഒരു മൂത്ത ചേട്ടനായിട്ട് എപ്പോഴും കാണാറുണ്ട്. എൻ്റെ വിജയങ്ങളിലും എൻ്റെ പരാജയങ്ങളിലും എപ്പോഴും ഇതെല്ലാം ജീവിതത്തിലുള്ളതാണെന്ന് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പോൾ മുരളിച്ചേട്ടനില്ലെങ്കിൽ തന്നെ ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കാനും പറ്റില്ലായിരിക്കും. പിന്നെ ഇങ്ങനൊരു സിനിമ ഒരു പ്ലാൻ ഉണ്ടാവുകയും ഇങ്ങനൊരു വലിയൊരു ക്യാൻവാസ് ആണെന്ന് തീരുമാനിക്കുകയും ഇതൊരു വലിയ സിനിമയാണെന്ന് നമ്മൾ തീരുമാനിച്ച മൊമെന്റിൽ ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന വിനോദ് കുമാർ, വിനോദുമായിട്ട് അതിന് മുമ്പ് ഞങ്ങളൊരു ചെറിയൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിനോദിനെ കുറച്ച് മുമ്പേ അറിയാം. അപ്പോൾ വിനോദിനോട് ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു, ഇങ്ങനൊരു വലിയ പ്രോജക്റ്റ് ആണെന്ന്. അപ്പോൾ ഡെഫിനറ്റായിട്ട് ഇത് വിനോദ് ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ പ്രോജക്റ്റ് മൗണ്ട് ചെയ്ത് വരില്ലായിരുന്നു. പിന്നെ അടുത്ത് ആര്യ സാർ. ഞങ്ങളിങ്ങനെ മുരളിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു തോട്ട് സംസാരിച്ച് തുടങ്ങി. ഫസ്റ്റ് ഇങ്ങനെ വെട്രി എന്നൊരു കഥാപാത്രം അതിനകത്ത് രൂപപ്പെടുമ്പോൾ തന്നെ എന്നോട് മുരളിച്ചേട്ടൻ പറഞ്ഞിരുന്നു ഇത് ആര്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിനോദുമായിട്ട് അതിന് മുമ്പുള്ള സിനിമ ചെയ്ത എനിമി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിനോദിനോട് സംസാരിക്കുക, അങ്ങനെ ആര്യ സാറിനോട് പോയി ആദ്യം ഒരു തോട്ടാണ് പറയുന്നത്. കേട്ടപ്പോൾ തന്നെ ആര്യ സാർ ഓക്കെ പറഞ്ഞു. അതിനുശേഷം ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് കേട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ മൊമെന്റ് എല്ലാം കഴിഞ്ഞു പോയി. എനിക്ക് ഉള്ളിലൊരു ആര്യ സാറാണ് ചെയ്യുന്നത്, അത് നമുക്ക് ഡൗട്ടില്ല, ചെയ്യുന്നുണ്ട്. പക്ഷേ ആര്യ സാറിന് ഇതിന് ഞങ്ങൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഒരു വലിയ സീക്വൻസിലാണ് ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനുള്ളൊരു വലിയ സീക്വൻസിൽ തുടങ്ങുന്നത് കുറച്ച് ഫിസിക്കലി മെന്റലി ഒക്കെ കുറച്ച് സ്ട്രെയിൻ ചെയ്ത സീക്വൻസ് ആണ്. ആ സീക്വൻസിൽ ഷൂട്ട് ചെയ്യാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉള്ളിലുണ്ട് സാറ് ചെയ്ത് ആ ക്യാരക്ടറിലേക്ക് വന്നത് ഇങ്ങനെ പൊക്കോട്ടിരിക്കുമ്പോൾ ഓരോ മൊമെന്റും കഴിയുമ്പോൾ
എന്താണോ എഴുതിയിട്ടുള്ളത് അതിന്റെ മേലെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോ റൗണ്ട് അപ്പ് ചെയ്ത് ആ സിനിമ കഴിയുമ്പോൾ ആ വെട്രി എന്നുള്ള കഥാപാത്രം എത്ര വളരെ മനോഹരമായിട്ട് ആലി സാർ ചെയ്തിട്ടുണ്ടെന്ന് കാണുമ്പോൾ ഡയറക്ടർ, എല്ലാ ഡയറക്ടേഴ്സും പറയുന്നതാണ് ഇത് എല്ലാവരുടെയും സിനിമ കാണണം, മനോഹരമാണ്. അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കാണും സിനിമ, കൂടുതൽ ഒരു ഡയറക്ടർക്ക് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ എന്തായാലും നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, ഇഷ്ടപ്പെടുത്തുന്ന സിനിമയായിരിക്കും. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഡബിങ് സ്റ്റേജിലാണ് മുരളിച്ചിൻ്റെ റൈറ്റർ മുരളിച്ചേട്ട ഈ സിനിമ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു ഫൈനൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം കണ്ടു. ഞാൻ അന്ന് മുരളിച്ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ വന്ന് കാണൂ സിനിമ. അതിനുശേഷം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 6 months മുരളിച്ചേട്ടൻ്റെ തിരക്കിലേക്ക് പോയി. ഞാൻ ഇതിൻ്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാം ചെയ്യായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഫസ്റ്റ് കോപ്പി ആക്കി സെൻസറിങ് കഴിഞ്ഞ് മുരളിച്ചേട്ടനെ ഒരു 3 ദിവസം മുമ്പ് സിനിമ വാങ്ങിച്ചു. ഒരുപാട് പേര് സിനിമ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂവിലുള്ളവരും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും പലരും സിനിമ കണ്ടിട്ടുണ്ട്. അവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, ചില സജഷൻസ് പറഞ്ഞവരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഞാൻ അതിനെല്ലാം വില കൊടുക്കുന്നു, നല്ലതും ചീത്തയും പറഞ്ഞാണല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മുരളിച്ചേട്ടൻ സിനിമ തിയേറ്ററിൽ വന്നിരുന്ന് കാണുന്ന സമയത്ത് എനിക്കുള്ള ഒരു ടെൻഷനും. കാരണം ഈ സിനിമ എഴുതി വെച്ച് ഇത് ഇമാജിൻ ചെയ്ത് ഇത് ഉണ്ടാക്കിയാണെന്ന് പറയാം. ഈ സിനിമ അദ്ദേഹം കണ്ടിട്ടുള്ളൊരു സിനിമയുണ്ട്, അദ്ദേഹം ഇമാജിൻ ചെയ്തൊരു സിനിമയുണ്ട്. അപ്പൊ ആ സിനിമ ഒരു ഡയറക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. Again, congratulations to the entire team of Anandankad. നല്ലൊരു കൈയടികൾ നോക്കിയ entire crew നൽകാം to their hard work, dedication and sleepless nights. ശരിക്കും ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു സിനിമ ഇപ്പൊ ഇറക്കുക എന്ന് പറയുന്നത് ഒരു സെൻസർ ബോർഡിന് കടപ്പ കിടക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ് അല്ല. അപ്പം താങ്കളുടെ സിനിമകളിൽ നോക്കുമ്പോൾ എപ്പോഴും ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുണ്ട്. ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പം ഇപ്പൊ ശരിക്കും പറയാ നമ്മുടെ സെൻസർ ബോർഡിൽ ഇപ്പം പല നിയമങ്ങളും മാറ്റങ്ങൾ വരണം, അല്ലെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ആ കല എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത്. പലപ്പോഴും ഒരു കലാകാരന് എപ്പോഴും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാറുണ്ട്. ശരിക്കും അതൊക്കെ ഒരു മാറേണ്ട സമയം കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ഒരു സിനിമ ഇപ്പൊ മലയാള സിനിമ പല ജോണേഴ്സിൽ ഇപ്പൊ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കും. കുറച്ചുകൂടെ റിയാലിറ്റിയിൽ ആളുകൾക്ക് ലോജിക്കലി ചിന്തിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ഇന്ന സിനിമ അല്ലെങ്കിൽ ഇന്ന പോലെയാണ്, അല്ലെങ്കിൽ ഒരു സീൻ കട്ടായാലും എവിടെയെങ്കിലും അതിന്റെ കണക്ഷൻ മിസ്സാവുന്നുണ്ടെങ്കിൽ ഇന്നതുകൊണ്ടല്ല, ലാഗായി. ഒരു എന്റർടൈൻമെന്റ് ആസ്വാദനം എന്നുള്ള എലമെന്റ് മിസ്സായി. കൂടുതൽ ടെക്നിക്കലി അല്ലെങ്കിൽ എന്താ പറയാ ആ സിനിമയിലേക്ക് ഇൻവോൾവ് ആവാതെ കൂടുതൽ ആക്ടേഴ്സിലേക്ക് പ്രേക്ഷകൻ ഇൻവോൾവ് ആവുന്ന എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു സ്റ്റാർഡം ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു വ്യക്തികളെ കഥാപാത്രങ്ങളല്ല വ്യക്തികളെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട്? അല്ല, ഒരുപാട് വേർഡ്സ് ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നിരൂപകർ പറയാറുണ്ട്. അപ്പോൾ അത് അവരുടെ അഭിപ്രായം എന്ന് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. ഒരു ജനാധിപത്യ രാജ്യമായിടത്തോളം കാലം അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. നമുക്ക് നമ്മുടെ സിനിമ ചെയ്യാനുള്ള അവകാശം. ഇങ്ങനെ ഒരു ചിത്രം ചെയ്യുന്ന സമയത്ത് ഇത് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് ഒരുപാട് ഫൈറ്റ് സീക്വൻസ് ഉള്ള ഒരു സിനിമയാണ്, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ ഒരുപാട് എഫേർട്ട് എടുത്ത ഒരു സിനിമ നമുക്ക് മേക്കിംഗ് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എത്രത്തോളം ടഫായിരുന്നു ഇതൊരു ചിത്രം ചിത്രീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഇത്രയും വലിയ ക്രൂവിനെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാനായിട്ട് എത്രത്തോളം ടഫായിരുന്നു അത്? ഈ സിനിമ ഒരു പ്ലാനിങ് ഉണ്ടല്ലോ, നമുക്ക് സ്ക്രിപ്റ്റ് ആവുമ്പോഴും
ഇത് ഇങ്ങനെയാണ് എടുക്കേണ്ടതെന്നും ഇത്രയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊരു ടഫ്നെസ് ഉണ്ട്. പക്ഷേ അതൊക്കെ സിനിമയുടെ ഒരു ടെക്നിക്കൽ സൈഡിലുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരുപാട് സീക്വൻസുകൾ, ഇപ്പം കുറേ സീക്വൻസുകളുണ്ട്, കുറച്ച് വലിയ സീക്വൻസുകളുണ്ട്. അത് ഷൂട്ടിങ്ങിൻ്റെ ഇതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൺസേൺസ് എപ്പോഴും അത് ഷൂട്ട് ചെയ്യുന്നൊരു ഞങ്ങളുടെ ടെക്നീഷ്യൻ അങ്ങനൊരു ആവർത്തനം ഇതിൽ വരുന്നില്ല. ജാക്സൺ ഒരു പുതിയൊരു അനുഭവം തന്നെ ആയിരിക്കും. ജാക്സണിൽ കുറേ പ്രത്യേകതകളുണ്ട് ഈ ക്യാരക്ടറിന്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ അതിന് മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള സാമ്യതയും ഞാൻ നോക്കിക്കാണുന്നില്ല. വിഷയം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. മുരളിച്ചേട്ടൻ ഇപ്പോൾ കഥകളൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ആശയങ്ങൾ പറയുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറയാൻ പറ്റുന്നുണ്ടോ? അനന്തങ്കാടിൽ അതുപോലത്തെ കാര്യങ്ങൾ പറയാൻ പറ്റിയിട്ടുണ്ടോ? അത് ആലോചിച്ച് എഴുതാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എഴുതുമ്പോൾ നമ്മളത് ആലോചിക്കാതെ നമുക്ക് മനസ്സിൽ തോന്നുന്ന എന്താണോ അത് എഴുതുക എന്നുള്ളത് മാത്രമേ എഴുത്തുകാരന് ചെയ്യാൻ പറ്റൂ. എത്രമാത്രം ഒരു എഴുത്തുകാരനൊരു ഐഡിയ വരണം. കാരണം ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് എഴുതുമ്പോൾ അത് കട്ട് ചെയ്യപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത്രയും വേസ്റ്റാണ്. അപ്പോൾ എത്രമാത്രം ചിന്തിച്ച് ഐഡിയപരമായിട്ട് ഈ സിനിമയിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ? എന്തെങ്കിലും ആശയങ്ങൾ പറയുമ്പോൾ അതിന് ഇത് ഞാൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യപ്പെട്ട് പോകുമോ എന്ന് തോന്നലുണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അൺഫോർച്ചുനേറ്റ്ലി അത് ഒരു പരിധി വരെ ഉണ്ടെന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവോൾവ് ചെയ്യുന്നൊരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സിനിമ എന്ന് പറയുന്നത് അതിലൊരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. ഒരു ചെറുകഥ എഴുതുമ്പോൾ എനിക്ക് ഒട്ടുപോയില്ല ഒരു സിനിമ എഴുതുമ്പോൾ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് സെൽഫ് എഡിറ്റിംഗ് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. അതിന് എന്തെങ്കിലും പോംവഴി കാണാൻ എഴുത്തിൽ പറ്റുന്നുണ്ടോ? അതിന് ഈ പറയുന്ന സിനിമ എന്ന് പറയുന്ന ഇതിലേക്ക് കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈ വരുന്ന സിനിമകളായാലും ചെയ്യാൻ പറ്റുന്നു. എന്തൊക്കെയോ പ്രത്യേകതയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഞാൻ മാക്സിമം തുറന്നെഴുതാനാണ് ശ്രമിക്കാറുള്ളത്. പുള്ളിച്ചേട്ടാ, ഹലോ. പുള്ളിച്ചേട്ടാ, ഇപ്പം നമുക്കറിയാം എമ്പുരാൻ്റെ ലൂസിഫറിൻ്റെ സ്കെയിലൊക്കെ നമുക്കറിയാം. ഇപ്പം അപ്പം മുരളിച്ചേട്ടൻ്റെ ഒരു മൂവി അതിനുശേഷം വരുന്നു. അപ്പം എന്താ പറയുക, ആ ഒരു സ്കെയിൽ അല്ലെങ്കിൽ എന്താ പറയുക, ആ സ്കെയിലിൽ അതിന് മേളിലേക്കുള്ളൊരു സ്കെയിൽ മൂവി ചെയ്യണം എന്നുള്ളൊരു ബാരിയർ അത് മുരളിച്ചേട്ടൻ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇല്ല, സ്കെയിലല്ല, കോണ്ടന്റാണ് ഒരു സിനിമയുടെ സൈസും സ്കെയിലും ഡിസൈഡ് ചെയ്യുക. ഞാനൊരു സൈസിൻ്റെ ഫാനല്ല, സ്കെയിലിൻ്റെ ഫാനുമല്ല. ഒരു സബ്ജക്റ്റ്, ഒരു നെറേറ്റീവ് അത് ഡിമാൻഡ് ചെയ്യുന്ന സ്കെയിലിൽ അത് വരണം എന്നുള്ളതേ ഉള്ളൂ. ഓൾസോ ഇപ്പം ചെയ്യാൻ നോക്കുവാണെങ്കിൽ അതിനകത്തൊരു നല്ലൊരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു, അല്ല എന്താ പറയുക, ഒരു ലാൻഡ്സ്കേപ്പ് അല്ല അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും ഇതിൻ്റെ ഒരു ത്രെഡ് വരുന്നത്? അല്ലെങ്കിൽ എന്താ പറയുക, എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്? ത്രെഡ് പറയണോ? ത്രെഡ് ഐ മീൻ എന്തായിരിക്കും ആ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതിനകത്ത് നിന്ന്? അല്ല, ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് തോന്നട്ടെ എന്നും പ്രതീക്ഷിക്കുന്നു. ആര്യ സാറിനെ പോലെ നല്ലൊരു റൈറ്റർ, കൃഷ്ണ സാറിനെ പോലെ നല്ലൊരു സംവിധായകൻ, ഓൾസോ ഇന്ദ്രൻ സാറിനെ പോലുള്ള ആർട്ടിസ്റ്റുകൾ. സോ ആര്യ സാറിനെ അതിനകത്ത് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തൊരു ഫാക്ടർ എന്തായിരിക്കും ഈ ഒരു സിനിമയിലൊക്കെ വന്ന സമയത്ത്? ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിട്ടൊരു ഫാക്ടർ? എക്സൈറ്റ് ചെയ്തത് ഓബ്വിയസ്ലി ഇത് സ്ക്രിപ്റ്റാണ് എക്സൈറ്റ് ചെയ്തത്. പ്ലസ് ഞാൻ പറഞ്ഞ പോലെ ഒരു തമിഴ് ക്യാരക്ടർ. സോ ഐ തോട്ട് ഇതാണ് ഒരു കറക്റ്റായ ഒരു ലോഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു പടമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം. സോ ആ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ പടം കണ്ടതിന് ശേഷമുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അത് പടം ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഓൾസോ ഇപ്പം നമ്മുടെ ഇന്ദ്രൻ ചേട്ടനൊക്കെ ആയാലും ഇപ്പം റീസെൻ്റ്ലി കറുപ്പിനകത്തൊക്കെ ആയാലും ഭയങ്കര പെർഫോമൻസ് ചെയ്ത് തമിഴ്നാട്ടിൽ തന്നെ ഒരു ഫാൻ ബേസ് ഇപ്പം ഉണ്ടാക്കിയെടുത്ത ഒരാളാണ്. അപ്പം ഇന്ദ്രൻ ചേട്ടനോട് വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ്? ഇന്ദ്രൻ സർ വന്നിട്ട് വളരെ ഭയങ്കര സൂപ്പറായിട്ട് കറുപ്പിൽ ഭയങ്കര നെയിമാണ് സാറിന്. സോ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഈ പടം ഡബ് ചെയ്തിട്ടാണ് റിലീസ് ചെയ്യുന്നത്. സോ അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ പറയുന്നത് തന്നെ ഇന്ദ്രൻ സാറിൻ്റെ നിറയെ പൊസിഷൻസ് ഈ ട്രെയിലറിൽ വെക്കണം എന്ന് വെച്ചാൽ അത്രയ്ക്കും ഫേമസ് ആയിരിക്കും. സോ ഇന്ദ്രൻ സാറിൻ്റെ പോസ്റ്റേഴ്സിലും അവരെ വെക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് വന്നു. സോ അത് ഒരു നല്ലൊരു ഒരു വെൽക്കമിങ് ജസ്റ്ററാണ്. എന്ന് വെച്ചാൽ ഓഡിയൻസിന് ഇന്ദ്രൻ ചേട്ടനെ തമിഴിലും ഇനിയും കാണണം ഇതിൻ്റെ ഒരു ഫീൽ ഉണ്ട്. സോ ദാറ്റ്സ് ഒരു വലിയ പ്ലസ് ആണ് ഈ പടത്തിന് ഇന്ദ്രൻ സാർ ഇതിൽ അഭിനയിച്ചത്. ആ ക്യാരക്ടർ അത്രക്കും
സൂപ്പർബായിട്ട് അവളെ അത്രയും ഇൻറ്റൻസ് ആയിട്ട് ചെയ്ത ഒരു പെർഫോമൻസ് ആണ് ഈ പടത്തിലില്ല. സോ ഈ പടം തമിഴിൽ വരുമ്പോൾ ഡബായി വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇന്ദ്രൻ സാറിൻ്റെ പെർഫോമൻസ് എല്ലാവർക്കും റീച്ച് ആവുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഓൾസോ ഇപ്പം ലാസ്റ്റ് പൃഥ്വിസാറുമായിട്ട് താങ്കൾ ചെയ്ത ഉറുമി ഒരു ബെഞ്ച് മാർക്ക് മൂവിയായിരുന്നു മലയാളത്തിൽ തന്നെ. അപ്പോൾ ഇനി ആ ഒരു കോമ്പോയിൽ ഒരു സിനിമയ്ക്ക് നമ്മൾ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്ന വെച്ചാൽ ആരെങ്കിലും ഒരു നല്ല സ്ക്രിപ്റ്റ് ആ ക്യാരക്ടർ തന്നെങ്കിലും എന്തായാലും ചെയ്യും. സോ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. വരുന്നു 25-ാം തീയതി അനന്തൻകാട് വരുന്നു. അപ്പം ഓരോ ഡിഫറെന്റ് കഥാപാത്രങ്ങൾ ആളുകൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇന്ദ്രൻസാറിന് പറ്റുന്ന ഒരു ടൈം കൂടിയാണിത്. അപ്പം അനന്തൻകാടിലെ കഥാപാത്രങ്ങൾ ഇവർ പറഞ്ഞു ചേട്ടന്റെ കഥാപാത്രം ഭയങ്കര ഇന്റൻസീവ് ആയിട്ടൊരു കഥാപാത്രമാണ്, ഇവരെ കാണാത്തൊരു കഥാപാത്രമായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു അനന്തൻകാട് ശരിക്കും? ഇതുപോലെ ഭാഗ്യത്തിന് ഇങ്ങനെ മുരളി സാറിനെ പോലെയൊക്കെയുള്ള ബന്ധമുണ്ടല്ലോ. സാറിൻ്റെയൊക്കെ ഒരു കഥാപാത്രം എത്ര ചെറുതായാലും അതങ്ങനെ ജീവൻ തുടിച്ച് നിൽക്കും. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിനോട് അഭിനയിക്കുകയും അദ്ദേഹത്തിൻ്റെ മറ്റു പടങ്ങളിലൊക്കെ ചെറിയ ക്യാരക്ടർ ചെയ്യുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാവരും കണ്ടിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കാണുമ്പോഴൊക്കെ പിന്നെ പറയും ഒരു വലിയ ക്യാരക്ടർ വരുന്നുണ്ട്, ഒരു വലിയ സാധനം നമുക്ക് ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്തതാ. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ പറയുന്നുണ്ട്, അതായത് ഇപ്പം ഭയങ്കര ഇന്റൻസീവ് ആയിട്ടുള്ള കഥാപാത്രമാണ്. വുമൺ ഇൻ സിനിമ നോർമൽ കരയാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ പബ്ലിക് ഷോട്ട്സിനും മാത്രമല്ലാതെ സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്ന ടൈമാണ് മലയാളം സിനിമയിൽ ശരിക്കും. ഇപ്പം ഈ കഥാപാത്രം കണ്ടു കഴിയുമ്പോൾ ശരിക്കും അങ്ങനത്തെ ഒരു കഥാപാത്രമായി ഫീൽ ചെയ്യുന്നു. ശരിക്കും എത്രത്തോളം ഡെപ്ത് ഉണ്ട് ഈ കഥാപാത്രത്തിന്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിനെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആസ് യു സേ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. വലിയ ഒരു ലേറ്റ് 80s 90s ഏർലി 90s സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് ആയത് കാരണം അപ്പോഴത്തെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇവൻറ്റ്സിലൂടെയാണ് കഥ പോകുന്നത്. പക്ഷേ സാധാരണക്കാരിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ഇമോഷണൽ ട്രാക്ക് തന്നെ ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് എലിമെൻ്റാണ് കാർത്തിയുടെ കഥ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുരളിച്ചേട്ടൻ എഴുതുന്ന കഥാപാത്രങ്ങളിൽ പ്ലേ ചെയ്യാൻ എല്ലാ ആക്ടേഴ്സിനും ആഗ്രഹം ഉണ്ടാവും. when the opportunity came to me, I jumped at it. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടറും സ്ക്രീൻ സ്പേസ് എത്രയാണെങ്കിലും എല്ലാ ക്യാരക്ടറിനും ഒരു ഫുൾ ലൈഫ് ഉണ്ടാവും മുരളിച്ചേട്ടൻ്റെ ക്യാരക്ടേഴ്സിന്. അപ്പം കൃഷ്ണകുമാരേട്ടൻ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ആ ക്യാരക്ടർ എത്ര നേരം സ്ക്രീനിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല ആ ക്യാരക്ടറിനെ ഡയറക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആസ് എൻ ആക്ടർ അത് ഭയങ്കര ഫുൾഫില്ലിംഗ് ആണ്. അപ്പം നമ്മൾ അധികം നേരം സ്ക്രീൻ ടൈം ഇല്ലെങ്കിൽ പോലും ആ ക്യാരക്ടറിനുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരുന്നു റൈറ്ററും ഡയറക്ടറും എൻ്റെ അടുത്ത് ഇടപഴകിയത്. അപ്പോൾ എനിക്കത് ഭയങ്കര ക്രിയേറ്റീവ്ലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വലിയൊരു പടത്തിൽ കുറേ നല്ല ആക്ടേഴ്സിൻ്റെ കൂടെയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ക്രൂവിൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. വളരെ ഫാന്റസീസ് പോലും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ക്രിപ്റ്റുകൾ മലയാളികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് തന്ന ഒരാളാണ് തന്നെ മുരളിച്ചേട്ടൻ. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്റൻസീവ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, പ്രേക്ഷകരിലേക്ക് സൊസൈറ്റി നടക്കുന്ന കഥാപാത്രങ്ങൾ പോലും അല്ലെങ്കിൽ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങൾ പോലും പക്കയായിട്ട് റിയാലിറ്റിയിൽ കൊണ്ടുവന്ന് ചെയ്യുന്ന ഒരു റൈറ്ററാണ്. രണ്ടുപേരുടെയും കോംബോയിൽ ഒരു ചിത്രം പ്രതീക്ഷിക്കാൻ പറ്റുമോ? ആക്ച്വലി എനിക്ക് അനന്തൻകാടിൻ്റെ എക്സൈറ്റ്മെന്റ് വാസ് ആസ് എൻ ആക്ടർ. കാരണം ഐ തിങ്ക് ആക്ടിങ് ഇസ് എ സ്പേസ് ദാറ്റ് ഇസ് ഓൾ മൈ ഓൺ. അപ്പോൾ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ ഡൊമിനിക്കിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഐ സീ ഡൊമിനിക് ആസ് എ മെൻറ്റർ ബിക്കോസ് ഡൊമിനിക് എന്നെക്കാളും ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അപ്പോൾ എഴുത്തിൻ്റെ കാര്യം വരുമ്പോൾ ഐ എം സ്റ്റിൽ എ ബേബി എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ട്. അപ്പോൾ മുരളി ചേട്ടനാണെങ്കിൽ അതിലും സീനിയർ ആയിട്ട് ഉള്ള ഒരു റൈറ്ററാണ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ഐ വുഡ് ജംപ് അറ്റ് ഇറ്റ് ബിക്കോസ് ഇറ്റ് വുഡ് ബി എ ഹ്യൂജ് ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ മീ. But I think he works solo. നോർമലി പറഞ്ഞ പോലെ നമ്മൾ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ആദ്യം കഥാപാത്രങ്ങളായിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്. കഥാപാത്രങ്ങളുടെ യാത്രയിലൂടെ ആയിരിക്കും എഴുത്തുകാരൻ പോകുന്നത്. കഥാപാത്രം നയിക്കുന്ന വഴിയിലൂടെ ആയിരിക്കും ഒരു എഴുത്തുകാരൻ സഞ്ചരിക്കുന്നത് തന്നെ.
പക്ഷെ പലപ്പോഴും പല സാഹചര്യങ്ങളിൽ അത് കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു. നമ്മൾ എഴുതുന്ന കഥയായിരിക്കത്തില്ല ചിലപ്പം ടെക്നിക്കലി ഡിഫിക്കൽറ്റി കൊണ്ടാവാം, അല്ലെങ്കിൽ ചുറ്റുപാടുകളുടെ സാഹചര്യങ്ങൾ കൊണ്ടാവാം. അപ്പം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് എത്രത്തോളം ടഫാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ക്രിയേറ്റീവ് വർക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്? സിനിമ ഒരുപാട് പേരുടെ ക്രിയേറ്റീവ് പ്രോസസ്സ് ഇൻവോൾവ് ചെയ്യുന്നൊരു ആർട്ട് ഫോമാണ്. അപ്പോൾ എഴുത്ത് അതിൻ്റെ ബേസ് ആണെന്നിരിക്കെ ഇത് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ ആവാനുള്ള ഒരുപാട് വഴികളുണ്ട്. ഒരുപാട് പേരുടെ ക്രിയേറ്റിവിറ്റി അതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ ഒരു യൂണിയൻ ഓഫ് തോട്ട്സ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു പാരഡൈം സെറ്റ് കറക്റ്റ്, ക്രിയേറ്റീവ് പാരഡൈം കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ ഒരു സിനിമയുടെ സക്സസ് നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ അതിന് ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ റൈറ്റർ എന്നുള്ള നിലയിൽ. അത് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. എൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ മാക്സിമം ഡീറ്റെയിൽ ആക്കാറുണ്ട് ഡയറക്ടറായിട്ടും. എൻ്റെ ഓരോ ഇതൊരു വലിയ ക്യാൻവാസിൽ ഒരുങ്ങിയ സിനിമയാണ്. ഒരുപാട് അങ്ങനെയുള്ള സീക്വൻസുകളുണ്ട്. അപ്പോൾ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സിനിമയുടെ കണ്ടന്റിന് അപ്പുറം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. OTT വേണ്ടി ആരും വെയിറ്റ് ചെയ്തത്, തിയേറ്ററിൽ പോയി കാണണം. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും ഇത്. തീർച്ചയായും വലിയൊരു വിജയമാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. സക്സസ് ഞങ്ങൾ പാർട്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു.